Hello dear students, I am Shyam Krishnan, Assistant Professor SNITR2. Today we are going to continue the revision of Special Electrical Machines EE402 for KTU 8th semester BTech degree triple students, and we are going to discuss 8th semester BTech degree examination May 2019 question paper. In the previous session, we have discussed questions 1 to 6, and today we are going to discuss the 7th and 8th questions from 6th module of Special Electrical Machines. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ആറാമത്തെ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. 7th question is enumerate linear motors and list any 4 applications of that motor. So ഞാൻ എൻ്റെ റിവിഷൻ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് എന്തൊക്കെയാണ് ഈ മോട്ടറിന്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ഒരുപാട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസിന്റെയും ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ. So, and 8th question is write short note on a linear induction motor. Linear induction motor ന്റെ linear motorsil തന്നെ ഉള്ള ഒരു പോർഷൻ ആണ് linear induction motor. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഫിഗർ വരച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് 8th question. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. The 7th question was linear motor പറ്റി ചെറിയൊരു ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, പിന്നെ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസും എഴുതുക. ഇതായിരുന്നു 7th question. സോ ലീനിയർ മോട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലീനിയർ ഓപ്പറേഷൻ തരുന്ന മോട്ടോഴ്സ് ആണ്, ലീനിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന മോട്ടോഴ്സ് ആണ് ലീനിയർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. സാധാരണ കൺവെൻഷണൽ മോട്ടോഴ്സിനെ പോലെ റോട്ടറി മോഷൻ അല്ല ലീനിയർ മോട്ടർ. അതായത് ഇപ്പോൾ ഡി സി മോട്ടറോ അല്ലെ എ സി മോട്ടറോ ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോഴ്സ്, 3 phase ഇൻഡക്ഷൻ മോട്ടർ, then DC series motor, AC series motor, universal motor, ഇതെല്ലാം തന്നെ റോട്ടർ മോട്ടറാണ്. റോട്ടറി ആയിട്ടുള്ള, അതായത് റൊട്ടേഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന മോട്ടോഴ്സ് ആണ്. പക്ഷെ ലീനിയർ മോട്ടർ എന്ന് പറയുന്നത് ലീനിയർ ആക്ഷൻ തരുന്ന മോട്ടർ ആണെന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്. അതായത് ഒരു ലീനിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, ലീനിയർ ആയിട്ടുള്ള മോഷൻ വേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറാണ് ലീനിയർ മോട്ടർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റേറ്ററിനെ കട്ട് ചെയ്തുകൊണ്ട് വളച്ച് നൂത്ത് വെച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിന്റെ ഒരു സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്ററിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3 phase ഇൻഡക്ഷൻ മോട്ടർ, അതിന്റെ സ്റ്റേറ്ററിന് മാത്രം എടുത്ത് അതിനെ ലീനിയർ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റേറ്ററിനെ വളച്ച് നൂത്ത് വെക്കുക. അപ്പൊ എങ്ങനെയാണോ അതാണ് ഇതിന്റെ ഒരു സ്റ്റേറ്റർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റോട്ടർ സാധാരണ പോലെ അതിന്റെ മുകളിൽ ഒരു റോട്ടർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു സപ്ലൈ, ഒരു 3 phase സപ്ലൈ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഒരു ട്രാവലിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു റോട്ടറിൽ കൂടെ ഉണ്ടാകും. അപ്പൊ ആ ഒരു ട്രാവലിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഈ ഒരു റോട്ടർ ലീനിയർ ആയിട്ട് ഓടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇത് ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ തന്നിട്ടുള്ള നോട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അപ്പോൾ ലീനിയർ മോട്ടറിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. സോ ലീനിയർ മോട്ടോഴ്സ് ആർ ഇലക്ട്രിക് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ റാദർ ദാൻ റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ അല്ലാതെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ലീനിയർ മോഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോഴ്സ് ആണ് ലീനിയർ മോട്ടോഴ്സ്. സോ ഇൻ ട്രഡീഷണൽ ഇലക്ട്രിക്കൽ മോട്ടോർ there is a rotor and stator. In linear motor, stator is unwrapped and laid out flat and the rotor moves past in the straight line. അതായത് ഒരു റോട്ടറിനെ വളച്ച് അൺറാപ്പ് ചെയ്ത് ഫ്ലാറ്റ് ആക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റേറ്റർ എന്ന് പറയുന്നത്. പിന്നെ റോട്ടർ അതിന്റെ മുകളിൽ കൂടെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഓടും. Linear motors often use superconducting magnets which are cooled to low temperatures to reduce power consumption. And the main applications of linear motors are, ഞാൻ പറഞ്ഞു ലീനിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മോട്ടർ യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ആപ്റ്റ് ഓവർ ദർ. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോർസ് ഇൻ ഇലക്ട്രിക് ട്രെയിൻസ്. ഇലക്ട്രിക് ട്രെയിനിലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് സച്ച് ആസ് propulsion of train of tubs along certain routes and metallic conveyor belt. നമ്മൾ എയർപോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കൺവെയർ ബെൽറ്റ് ഉണ്ടല്ലോ ലഗേജ് വരാൻ വേണ്ടി. സോ അങ്ങനത്തെ കൺവെയർ ബെൽറ്റിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലീനിയർ മോട്ടോഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഫോർ പമ്പിംഗ് ഓഫ് ലിക്വിഡ് മെറ്റൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇൻ ക്രെയിൻസ് എക്സെട്ര വി ക്യാൻ യൂസ് ദിസ് ലീനിയർ മോട്ടോഴ്സ്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ question 7. This is a brief one. You can expand it
And question number 8 was write a short note on linear induction motor. അതായത് ലീനിയർ മോട്ടോഴ്സിൽ തന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് എന്നുള്ളത്, അപ്പോൾ ലീനിയർ മോട്ടറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഇതിനും കൊടുക്കണം. ഞാൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞ പോലെ തന്നെയാണ് ലീനിയർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഈ ഒരു മോട്ടോഴ്സിനും കിട്ടുന്നത്. ഒരു ലീനിയർ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ കട്ട് ചെയ്തുകൊണ്ട് വളച്ചു നൂത്ത് വെക്കുന്ന അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനും. So linear induction motor LIM is an advanced version of rotary induction motors which gives linear translational motion instead of rotational motion. Rotational motion allade linear translation motion theruna motors aanidhu. The stator is cut axially and spread out flat. In this type of motor the stator and rotor are called primary and secondary respectively. The secondary of the linear induction motor consists of a flat aluminum conductor with a ferromagnetic core. The linear induction motor, abbreviated as LIM, is a special purpose system that we use to achieve rectilinear motion rather than rotational motion. So ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബ്രീഫ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് വീണ്ടും ഞാൻ പറയുന്നത്. നോട്ട്സ് എല്ലാവരും നന്നായി വായിക്കുക. ഇത് നിങ്ങളൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്ന ഒരു റിവിഷൻ സെഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു നോർമൽ ഇൻഡക്ഷൻ മോട്ടർ എന്ന് വിചാരിക്കുക. ഇതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്ററിനെ ഫുള്ളായിട്ട് വലിച്ച് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റേറ്റർ. 3 ഫേസ് വൈൻഡിങ് അല്ല ഇവിടെ നമുക്ക് കാണാം. ആ 3 ഫേസ് വൈൻഡിങ്ങിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇതിനെ അങ്ങ് വളച്ചങ്ങ് നൂത്ത് ഒരു പ്ലേറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് ഇതിനെ മാറ്റുന്നു. അപ്പൊ അതുപോലെയാണ് ഇതിന്റെ ഒരു സ്റ്റേറ്റർ ഇരിക്കുന്നത്. പിന്നെ റോട്ടറിന്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ റോട്ടറിന്റെ മുകളിൽ കൂടെ സ്മൂത്ത് ആയിട്ട് ഓടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനെ വളച്ച് നൂത്ത് വെച്ചിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ വരയ്ക്കണം. വർക്കിംഗ് എന്ന് പറയുന്നത് when a primary of linear induction motor gets excited by a balanced 3-phase power supply, a flux starts traveling along the entire length of the primary. അതായത് ഒരു ലീനിയർ ഇൻഡക്ഷൻ മോട്ടർ ഇപ്പോൾ വളച്ച് നൂത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്ററിലേക്ക് നമ്മൾ ഒരു ബാലൻസ്ഡ് 3-phase സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു ട്രാവലിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മുകളിൽ കൂടെ ഒഴുകും. ഒരു സാധാരണ 3-phase ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു ഒഴുകുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, പകരം ഒരു ട്രാവലിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ട്രാവലിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യും, അവിടെ ഒരു EMF ഇൻഡ്യൂസ്ഡ് ആകും, ആൻഡ് ദ റോട്ടർ വിൽ കണ്ടിന്യൂ ടു റൺ linear motion. So this linearly traveling magnetic field is equivalent to the rotating magnetic field in stator of a 3-phase induction motor or a synchronous motor. The electric current gets induced in the conductors of the secondary due to relative motion between traveling flux and the conductors. So ഒരു traveling flux ന്റെ relative motion on the conductors of rotor അത് കാരണം ഒരു അതിനകത്തൊരു EMF ഇൻഡ്യൂസ്ഡ് ആകും, and due to that force will be exerted, and with that force this rotor will run through that stator. മുകളിൽ കൂടെ ടച്ച് ചെയ്യാതെ തന്നെ അത് ലീനിയർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു ഫോഴ്സിലാണ് ഈ ഒരു മോട്ടോർ ഓടുന്നത്. സോ ദിസ് ഇസ് ദ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഫോർ എ ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 6th മോഡ്യൂളിലുള്ള 2 ടോപ്പിക്സ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഈ ഒരു പോർഷൻ നോട്ട് എടുത്ത് നന്നായി വായിച്ചിട്ട് ഇതിന്റെ ആൻസർ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. And the next session we will continue with another 2 questions from this question paper. Okay, thank you.